സാർ, നമ്മൾ കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്തപ്പോൾ സാറ് തന്നെ പറഞ്ഞിരുന്നു 2 ആഴ്ച എന്നൊക്കെ ഉള്ള സമയം പറയുക എന്ന് പറഞ്ഞാൽ വീക്കെൻഡ് ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു ആക്രമണമായിരിക്കും. അപ്പോൾ പ്രവചനാതീതമായ ഒരു സ്വഭാവം ട്രംപ് കാണിക്കുന്നു എന്ന് നമുക്ക് തന്നെ നേരത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നാണ് സാർ ഉദ്ദേശിച്ചത്? പ്രവചനാതീതമല്ല സത്യത്തിൽ ഈ ഡിപ്ലോമസി എന്ന് പറയുന്നത്. ഡിപ്ലോമസി നമ്മുടെ ഇവിടെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് പോലെ അല്ല ഇൻ്റർപ്രറ്റ് ചെയ്യുക. അത് വരികൾക്കിടയിൽ വായിക്കണം. 2 ആഴ്ച എന്നും ട്രംപ് പറയുന്നത് ഈ നേരത്തെ ഇസ്രയേല് മറ്റേ ഇറാനെ പറ്റിച്ചതുപോലെ അവര് തയ്യാറെടുപ്പൊന്നും നടത്തത് അലസമായി ഇരിക്കണം എന്നുള്ളതുകൊണ്ടാണോ 2 ആഴ്ച സമയമുണ്ടല്ലോ, എന്നാൽ പിന്നെ നമുക്ക് വേറെ ചില കാര്യങ്ങൾ ചീട്ട് കളിക്കാം എന്ന് പറഞ്ഞൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ഇതിൽ സത്യം പറയില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് ഡീകോയ്സ് എന്ന് പറയുന്ന കുറേ കാര്യങ്ങൾ, ഇപ്പോൾ ഈ ഫ്യൂവൽ ടാങ്കേഴ്സ് യൂറോപ്പിലേക്കൊക്കെ 10-32 എണ്ണം പറന്നു. ഇന്നലെയും കുറേ വിമാനങ്ങൾ പല ഭാഗത്തേക്കൊക്കെ പറന്നു. ഇതിനാണ് ഈ ഡീകോയ്സ് എന്ന് പറയുന്നത്, തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ്. കാരണം ഗുവാമിൽ നിന്നാണ് ആക്രമിക്കേണ്ടത്, ബോംബേഴ്സ് പോകേണ്ടതെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഗുവാം എന്ന് പറയുന്നത് മൈക്രോനേഷ്യ, പസഫിക്കിലെ തന്നെ മൈക്രോനേഷ്യയിലെ ഒരു താവളമാണ്. അത് വളരെ കാലമായിട്ട് അവർക്കുള്ളതാണ്. അവിടെ ബോംബറുകളുണ്ട്, ഡിഗോ ഗാർഷ്യയിലും ബോംബറുകളുണ്ട്. ഡിഗോ ഗാർഷ്യയിൽ നിന്നും വേണമെങ്കിൽ മൈക്രോനേഷ്യയിലെ ഈ ഗുവാമിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ ഞാൻ വാരാന്ത്യത്തിൽ ആയിരിക്കും ആക്രമണം എന്ന് പറയുന്നത് USS നിമിറ്റ്സ് ഈ ഗൾഫിലെത്തുന്ന ഒരു കാലാവധി വെച്ചിട്ടാണ്. യുദ്ധത്തിൽ ഈ നേതാക്കൾ പറയുന്നത് ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. അത് ഇസ്രയേലും പറഞ്ഞിരുന്നല്ലോ. അതെ, ഈ പല കള്ളക്കഥകൾ നെതന്യാഹുവും ട്രംപും തമ്മിൽ തെറ്റി അടിച്ചു പിരിഞ്ഞു എന്ന് പറഞ്ഞാൽ അവർ തന്നെ ഇറക്കുന്ന കള്ളക്കഥ. നെതന്യാഹു മകൻ അവനേറിന്റെ വിവാഹമായതുകൊണ്ട് ജൂൺ 27 അവിടെ ആയിരിക്കും എന്നൊരു കഥ. നെതന്യാഹു ഏതൻസിലാണ് എന്നൊരു കഥ. എന്നാ പിന്നെ ഇപ്പൊ ഒന്നും ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞ് ഇറാൻ ഇരുന്നോളണം, ഇതാണല്ലോ ഉദ്ദേശിക്കുന്നത്. അതാണ് ട്രംപും ചെയ്തത് 2 ആഴ്ച എന്ന് പറയുമ്പോൾ. 2 ആഴ്ച എന്നുള്ളത് ഒരു കാരണവശാലും വിശ്വസിക്കരുതെന്ന് നമ്മൾ മൾട്ടിപ്പിൾ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഡിപ്ലോമസി ഇന്റർപ്രറ്റ് ചെയ്യുന്നത് വേറൊരു രീതിയിലാണത്. കാരണം മുനീറിനെ ഉച്ചയൂണിന് വിളിച്ചത് പാകിസ്ഥാനിലെ താവളങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. പ്രത്യേകിച്ച് മിക്കവാറും ബലൂചിസ്ഥാനിലായിരിക്കും, കാരണം തൊട്ടപ്പുറത്താണ് ഇറാൻ, സിസ്തൻ ബലൂചിസ്ഥാൻ. പല കാര്യങ്ങളും ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഈ ഇറാൻ കുറച്ചുകൂടി ചെതറുന്ന ഘട്ടം വന്നു കഴിഞ്ഞാൽ ഈ ബലൂചിസ്ഥാൻ സ്വതന്ത്രമാകാനും ഒക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ആഭ്യന്തര യുദ്ധം നടക്കുമല്ലോ, അതുകൊണ്ട് അത് വേറെ വിഷയമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.